എന്താ വൈകിയേ? അവിടെ എന്റെ ഭാര്യ. ഭാര്യയോ? അല്ല, അവിടെ നിന്നപ്പോ എന്റെ ഭാര്യയാകാൻ പോകുന്ന കുട്ടി ഇവിടെയാന്നല്ലോ എന്നോർത്തപ്പോ ടയർ പഞ്ചറായി പോയേ. ആ പിന്നെ നമ്മള് തമ്മിൽ ഇഷ്ടാണെന്നുള്ള കാര്യം പപ്പ അറിഞ്ഞു. ഞാൻ തന്നെ പറഞ്ഞതാ. അയ്യോ, ടെൻഷൻ അടിക്കണ്ട, പപ്പ കല്യാണത്തിന് സമ്മതിച്ചു. അയ്യോ. എന്താ? അതല്ല, കുറച്ചുനാള് പ്രണയിച്ചൊക്കെ നടന്നിട്ടല്ലേ കല്യാണത്തിന്റെ ഒക്കെ, അതല്ലയോ അതിന്റെ. പപ്പയ്ക്ക് അതൊന്നും ഇഷ്ടല്ല. ദേ അറിയാലോ, DGP ആയിരുന്ന ആളാ. എല്ലാ കാര്യത്തിലും വളരെ കണ്ണിങ്ങ. പപ്പയുടെ ആ ശീലങ്ങളെ എനിക്കും കിട്ടിയിട്ടുള്ളത്. ഉഴപ്പുക, കള്ളം പറയാ, കള്ളം ചെയ്യാ, അങ്ങനെയുള്ള ആൾക്കാരെ ഇടിച്ച് ചോര ഛർദിപ്പിച്ചിട്ടുണ്ട് എന്റെ പപ്പ. നീ എന്റെ മോളെ പ്രേമിച്ചിട്ട് പറ്റിക്കുമോളാ? എന്ത് പറ്റി? ഹേയ്, എനിക്കങ്ങ് പപ്പയെ കാണാൻ തോന്നുവാ. പപ്പയും ജോണിന്റെ വീട്ടുകാരോട് നമ്മുടെ വിവാഹക്കാര്യം സംസാരിക്കാനിരിക്കുക. ഞായറാഴ്ച വീട്ടിലേക്ക് വരണം. ബന്ധുക്കളായിട്ട് വേണം വരാൻ. ചേട്ടായി, ബന്ധുക്കളുമായിട്ട് ചെല്ലണോന്നാ അവളുടെ പപ്പ പറഞ്ഞേക്കുന്നത്. അതെ, അതങ്ങനെ തന്നെ വേണമല്ലോ. കല്യാണം ഉറപ്പിക്കാൻ ബന്ധുക്കളായിട്ട് തന്നെ വേണ്ടേ പോവാൻ? ചേട്ടനും ചേട്ടത്തിയല്ലോ എനിക്ക് ആകെയുള്ള ബന്ധുക്കൾ എന്ന് പറയാൻ. അതെ, നമ്മൾ ഒരുമിച്ചാണല്ലോ പോകാൻ പറ്റില്ലല്ലോ. കൃഷ്ണേന്ദുവിന്റെ കണ്ണില് ആ ഡയാനയല്ലേ നിന്റെ ഭാര്യ? അതുകൊണ്ടല്ലോ ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇനി ഞാൻ ആലോചിച്ചിട്ട് ഒരു മാർഗമുള്ളൂ. എന്നതാ ഈ ഇഷ്യൂ നീ തന്നെ അങ്ങ് കൈകാര്യം ചെയ്തോ. ഒരുമാതിരി മറ്റേ വർത്തമാനം പറയരുത് കേട്ടോ. ഇപ്പൊ ഭാര്യയുടെ സംശയമൊക്കെ തീർന്നല്ലോ. ആണ്ടേ, അച്ഛനാകാൻ പോവില്ലയോ? അങ്ങനെ സ്വന്തം ജീവിതം ഒക്കെ വേറെ തന്നെ കൂടെ കുഴിച്ചടിച്ചിട്ട് ഇനി തന്നെ തന്നെ കേറിക്കോളാൻ. ആണ്ടേ, ആ DGP പിടി തുടങ്ങിയണ്ടല്ലോ, ചോര കാണാതെ നിർത്തുകയല്ല. ഒരു കള്ളം സത്യമാക്കാൻ 1000 കള്ളം പറയേണ്ടി വരും എന്ന് പറയുന്നത് എത്ര സത്യ. ഞാൻ എല്ലാ കാര്യങ്ങളും ചേർത്തോട് തുറന്നു പറയും. എന്ത്? മറ്റേ പെങ്കൊച്ചില്ലയോ, ആ ഡയാന, അവള് ചേട്ടായുടെ സെറ്റപ്പാന്ന്. അവള് ചേട്ടായിനെ തന്നെ കാണാൻ വന്നെന്ന് ഞാൻ പറയും. പറയണോടാ? പറയും. നീ തന്നെ അത് പറയണം. ഓർമ്മയുണ്ടോ നിനക്ക്? 6 വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയത്ത് ഏതോ റബ്ബർ കാട്ടിൽ നിന്നും വിശപ്പടക്കാൻ നിവൃത്തിയില്ലാതെ ഒരു 22 വയസ്സായ ചെറുപ്പക്കാരൻ എന്റെ അടുത്ത് വന്നിട്ട് ഒരു ജോലി തരുമോ ചേട്ടാ എന്ന് ചോദിച്ചത്. അവന് ഞാൻ ജോലി കൊടുത്തു, കഴിക്കാൻ ആഹാരം കൊടുത്തു. ഇപ്പൊ ഫ്രീ ആയിട്ടൊരു ഭാര്യനെയും കൊടുത്തു അല്ലയോ? ഡയാനയുടെ സ്റ്റോറി നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഒന്ന് പോടോ, ഡയാനയുടെ ഒരു ചൊറി. നമുക്കൊരു 2 ഇഷ്യൂ കഴിഞ്ഞിട്ട് കൊടുക്കട്ടെ. ആദ്യം ഇഷ്യൂ തീരട്ടെ കേട്ടോ, പ്ലീസ്. പറയട്ടെ. ഓർമ്മയുണ്ടല്ലോ കോട്ടയത്ത് സംസാരിക്കും. ഹലോ, അമ്പലത്തിൽ പോയിട്ട് എന്തായി? എന്നെ ഒലിപ്പീരാ. നേർച്ചകളൊക്കെ ചെയ്തോ? ഉവ്വ് മൂന്തേട്ടാ. ആ പിന്നെ എനിക്കൊരു ഐഡിയ. വൈകിട്ട് ഹോട്ടൽ പാരഡൈസിൽ ഒരു പാർട്ടി വെച്ചാലോ? വേണം, ഞാനത് അങ്ങോട്ട് പറയാതിരിക്കായിരുന്നു. നമുക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നതിന്റെ സന്തോഷം നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ട് വേണ്ടി ഷെയർ ചെയ്യാൻ. ആ ജോൺ ഓഫീസിലുണ്ടെങ്കിൽ അവന്റെ അടുത്ത് പറഞ്ഞേക്കണേ. രാഹുലിനെ ശ്രേയെ ഞാൻ വിളിച്ചോളാം. ഓക്കേ. എടാ, ഇന്ന് വൈകിട്ട് ഞങ്ങളുടെ വക പാർട്ടി ഉണ്ട്. അതിനിടയിൽ വെച്ച് ഞാനൊക്കെ അവളോട് തുറന്നു പറയും. ജീവിതത്തിലെ സത്യസന്ധതയും നീതിയും പുലർത്തേണ്ടതേ ജീവിത പങ്കാളിയോടാ. ഒബ്വിയസ്ലി. ഡയാനയെ യാദൃച്ഛികമായിട്ട് കണ്ടതാണെന്നും അന്ന് അവൾ അവിടെ കാശ് മേടിക്കാൻ വന്നതാണെന്നും ബാക്കിയൊക്കെ ഞാൻ അവളോട് ഏറ്റുപറയും. കൃഷ്ണേന്ദു ഒരു പുതിയ കൃഷ്ണേന്ദുവാ, അവളൊക്കെ മനസ്സിലാക്കും. താങ്ക് യു. എന്താ ഇത്? ഒരു ഗിഫ്റ്റ്. അച്ഛനും അമ്മയാവാൻ പോകുന്നവർക്ക് ഒരു കൊച്ചു സമ്മാനം, പിന്നെ കുഞ്ഞിനുള്ളത് അത് 10 മാസത്തിന് ശേഷം എത്തിക്കാം. അങ്ങോട്ടും വേണ്ട ഗിഫ്റ്റ് ഒക്കെ? മിക്കവാറും വേണ്ടി വരും. ഡോക്ടർ ഒന്ന് കാണട്ടെ, എന്നിട്ട് പറയാം. അയ്യോ സൂക്ഷിച്ച്, പതുക്കെ. സമയം കളയാതെ എല്ലാം തുറന്നു പറ. കൃഷ്ണേന്ദു, എനിക്ക് കൃഷ്ണേന്ദുവിനോടൊരു കാര്യം പറയാനുണ്ട്. അതെ, ആദ്യം ഞാൻ പറയാം. ചാടി പറഞ്ഞു. അല്ല, എനിക്ക് പറയാനുള്ളത് ഇവന്റെ കല്യാണക്കാരി ഇവന്റെ വീട്ടുകാർ സമ്മതിച്ചു കൊടുത്തിട്ടില്ല, അതല്ലേ? അതല്ല, ഞാൻ സത്യത്തിൽ. അയ്യോ, മനസ്സിലായി മൂന്തേട്ടാ. രണ്ടുപേർ തമ്മിൽ കല്യാണം കഴിക്കുമ്പോ ആദ്യം വേണ്ടത് ആൾക്കാരുടെ അംഗീകാരോ അല്ലേ ജോണേ? അതെ, വേണം. അതുകൊണ്ട് തന്നെ നിന്റെ ഈ വിവാഹം ഞങ്ങൾ എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു. ഇപ്പോഴേ നടക്കുന്നതേ നിന്റെ വിവാഹ പാർട്ടിയാ. എന്താ എല്ലാരും ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നേ? ഒരു സസ്പെൻസ് കൂടി ഉണ്ട്. ഞാൻ നിങ്ങളോട് ആരോടും വന്നല്ലോ ആ സസ്പെൻസ്.
ചേട്ടായി എന്റെ ലൗകിക ജീവിതം എല്ലാം നശിപ്പിക്കാൻ വന്നതല്ലേ. ആഹാ, ഭാര്യയോടുള്ള ബഹുമാനം കണ്ടില്ലേ? ഇത്രയൊന്നും വേണ്ട, ഇരിയുടെ. അമ്പലത്തിൽ പോയി മടങ്ങി വരുന്ന വഴി എലിനെ കണ്ടപ്പോഴാ എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത്. നമ്മുടെ ഇന്നത്തെ ഈ പാർട്ടിയെ കുറിച്ച് പറഞ്ഞപ്പോ ആൾക്ക് അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ രായപ്പിനെ വിട്ട് നിർബന്ധിപ്പിച്ചങ്ങ് I mean രാജ് ബോസ്, വിളിക്കുക. ഞാൻ- എന്തായാലും എന്താ മൈൻഡ് അപ്പൊ ഇവരുടെ ഈ കല്യാണം നമ്മൾ അങ്ങ് അംഗീകരിക്കുന്നു അല്ലേ മുന്തട്ട? ആ എല്ലാം തുറന്നു പറയുന്നുണ്ടോ? ഈ സമയത്ത് പറഞ്ഞാൽ ആകെ കുഴപ്പാവും. ഞാൻ എല്ലാം വിളിച്ചു കൂട്ടെ. കൂടാ 6 വർഷങ്ങൾക്ക് മുമ്പ് നട്ടുച്ചയ്ക്ക് ഏയ്, എന്താ രണ്ടുപേരും കൂടെ ഒരു സ്വകാര്യം? അപ്പൊ അതില്ലേ ഭാര്യ വന്നതിലുള്ള സന്തോഷം അയ്യോ എലീന ഇരിക്കേ. താങ്ക് യു. ആ അവിടെയില്ല അവിടെയില്ല ഇവിടെ ഇരിക്കേ. അയ്യോ ഇവിടെ വേണ്ട. ആണ്ടാ അവന്റെ അടുത്തിരുന്നോ. അപ്പൊ എന്റെ അടുത്തിരിക്കാൻ എന്റെ ശ്രീകുട്ടിയില്ലേ? തർക്കം വേണ്ട, കുട്ടി എന്റെ അടുത്തിരുന്നോളൂ. ഞാനൊന്ന് കൈ കഴിച്ചിട്ട് വരാം. ഞാനും ഒന്ന് കൈയ്യഴിട്ട് വന്നേക്കാം. വെറുതെ ഒന്ന് കൈയ്യഴിടാ. വെറുതെ കൈ എഴുതുന്നതിന് പാൻറ് തുറച്ചാ പോരെ? ഓ, ചിലപ്പോ രണ്ടിന് പോകുന്നതായിരിക്കും. അതിനെന്തിനാ ഈ ഗ്രൂപ്പായിട്ട് പോകുന്നത്? ഓ, ഒരു കുടിച്ചിന് വരാം. അയ്യോ ലേഡീസ് വാഷ്. നീ ഈ വഴി ഒളിച്ചു മുങ്ങാനുള്ള പരിപാടിയായിരുന്നു അല്ലേ? എനിക്കൊന്നും കേൾക്കണ്ട. എല്ലാവരും കൂടി എന്റെ ലൈഫ് തെളിക്കുമല്ലേ. എനിക്ക് കല്യാണം ഒന്നും കഴിക്കണ്ടായോ? ഇനി ഈ വക സെറ്റപ്പുകൾ കിട്ടാനുണ്ടാവോ? ഇനി ഒരു മഞ്ജു, പിന്നെ ഒരു ഷാരനുണ്ട്, പിന്നെ നിന്നെ ഞങ്ങളുടെ ജീവിതം തൊലപ്പിച്ചിട്ട് നിന്ന് കളിക്കുന്നു. എനിക്കെല്ലാം മനസ്സിലായി. ഒളിച്ചിരുന്ന് വെള്ളം അടിക്കായിരുന്നല്ലേ? എനിക്കവിടെ താ, കുഴപ്പമില്ലെന്ന്. ഇപ്പൊ ഹോട്ടൽ പാർട്ടിക്കൊക്കെ ഇതൊരു ഫാഷനാണ്. പെണ്ണുങ്ങൾ ചോരണ്ടുമ്പോ ഇവിടെ ആണുങ്ങൾ മാറിയെന്ന് വെള്ളം അടിക്കും. താ തരുവോ? ഇവിടെ ഒരു അരപ്പൊക്കെ, ഇവിടെ ഒരു കാൽപ്പൊക്കെ തുപ്പലൊന്നും താടേ. ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു സൽസര ക്വാർട്ടർ വാങ്ങിച്ചോണ്ട് വന്നാൽ മതിയായിരുന്നു. പാക്കറ്റ് ഇട്ടോണ്ട്. എടാ ജോണേ, ഓ ദേ ഈ സ്വീറ്റ് എടുത്ത് എലിനിക്ക് കൊടുത്തേ. അല്ല അതിപ്പോ ചേട്ടായി കൊടുത്താ പോലെ. നീ എന്നെ കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ആണ്ടാ ഇയാള് കൊടുക്കും. എനിക്ക് കൊടുക്കാൻ ഇഷ്ടം. കൊടുക്കണം അങ്ങോട്ട്. ധൈര്യമായിട്ട് കൊണ്ടുവരാ, ഇത് വേറെ ഒന്നുമല്ലല്ലോ, സ്വീറ്റല്ലേ? ഇങ്ങോട്ട് കൊടുത്തേ. ദേവി എന്റെ സെറീന, എന്റെ ജീവിതം തൊളിച്ചപ്പോ നിനക്ക് തൃപ്തിയായല്ലോടി. മധുരം കൊടുക്കാൻ പറഞ്ഞപ്പോ ആണ്ട വായ ഇങ്ങനെ വാ തുറന്നു പിടിച്ചേക്കല്ലായിരുന്നോ? പരിശുദ്ധയായ എന്റെ സെറീനയ്ക്ക് മധുരം കൊടുക്കേണ്ട ഞാനാ. നീ ടെൻഷൻ അടിക്കാതെ. എങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കും? ശ്രേച്ചച്ചും ചേട്ടത്തിയും ഇവളെ എന്റെ വൈഫായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞില്ലയോ? ഹലോ, ഇതൊക്കെ തന്റെ ഏട്ടായി കാരണം തന്നെയല്ലേ? ഇങ്ങനെ സ്വന്തം ഭാര്യ മറന്നുണ്ടല്ലോ ഇതൊക്കെ സംഭവിച്ചേ. കുട്ടി വിചാരിക്കുന്ന പോലെ ഭാര്യയെ മറന്നിട്ടൊന്നുമല്ല അന്ന് ഞാൻ കുട്ടിയുടെ പാട്ട് കേൾക്കാൻ വേണ്ടി വന്നത്. ആ ഫ്രോഡ് ഫ്രണ്ടിന്റെ സ്വാധീനത്തിൽ വീണുപോയതാ. രക്ഷിക്കണം. മുകുന്ദൻജിയെ രക്ഷിക്കാനാ ഞാൻ ആ ഹോട്ടലിൽ ഡിന്നറിന് വന്നത്. എങ്ങനെ? അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയുടെ സത്യം മുഴുവൻ തുറന്ന് പറയേണ്ടി വരില്ലായിരുന്നോ? ഓഹോ, അതിന് പ്രത്യേക താങ്ക്സ് ഉണ്ട് കേട്ടാ. എന്റെ പൊന്നു വൈഫേ, അയ്യോ അല്ല സിസ്റ്ററെ, കഴിഞ്ഞൊക്കെ കഴിഞ്ഞു. ആണ്ടേ ഈ വരുന്ന ഞായറാഴ്ച എന്റെ വിവാഹ നിശ്ചയോ. നമ്മുടെ മുൻ DGP അലക്സാണ്ടർ മാത്യൂസ് ഇല്ലയോ, പുള്ളിയുടെ മോള് സെറീനയെ ഞാൻ കെട്ടാൻ പോകുന്നത്. അതെ അതെ, ഈ പെണ്ണ് കാണാൻ പോകുമ്പോ ചെക്കന്റെ വീട്ടിൽ നിന്ന് സ്ത്രീകൾ ആരെങ്കിലും ചെല്ലണമെന്നാണല്ലോ. പക്ഷെ എന്റെ ഭാര്യ വന്ന ഇവന്റെ കല്യാണം നടക്കില്ല. കാരണം അറിയാലോ, കൃഷ്ണേന്ദുവിന്റെ കണ്ണിലിപ്പ് ഇവന്റെ ഭാര്യ താനാ. ഏതായാലും കൃഷ്ണേന്ദു വരാതെ ഈ സിറ്റുവേഷൻ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റു. പക്ഷെ ഇന്നത്തോടെ നമ്മൾ പിരിയുന്നു. അതെ, ഭാവിയിൽ കുട്ടിക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എന്റെ അടുത്ത് വന്നോളൂ. ഒരു ഫ്രണ്ടിന്റെ അല്ലല്ല, ഒരു സഹോദരന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഏട്ടനത് നടത്തിത്തരും. ഓക്കെ, പക്ഷെ ഒരു ഹെൽപ്പ് വേണമെന്നുള്ളപ്പോ ഞാൻ വരും. ഒന്നോ എത്ര കോംപ്ലിക്കേറ്റഡ് കേസ് ആണെങ്കിലും ചേട്ടായി അത് ഹാൻഡിൽ ചെയ്തോളൂ ഇല്ലയോ? ചെയ്തു. ഓക്കെ, സീ യു, ബൈ. ബൈ. എടാ, നമ്മുടെ ജീവിതത്തിലേക്ക് സമാധാനത്തിന്റെ ദിവസങ്ങൾ വീണ്ടും കടന്നു വരാൻ പോവാ. എന്നതൊക്കെ പറഞ്ഞാലും അവളൊരു പാവം പെങ്കൊച്ചാന്നേ. നമ്മളെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം. വേണം, അത് വേണം. ഇരിക്കൂ. ഇതാ മുകുന്ദൻ ചേട്ടായി, നമസ്കാരം. ഇത് ഫ്രണ്ട് രാഹുൽ. ഹലോ. ഏട്ടന്റെ വൈഫ് വരുമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ കൊണ്ടുവരാൻ പറ്റിയില്ല. അതെ, എന്തുകൊണ്ട് പറ്റിയില്ല? ഒരസുഖം. എന്തസുഖം? അത് പിന്നെ വൈഫിന്റെ അസുഖം എന്താണെന്ന് അറിയില്ലേ? അത് വയറു തൽക്കാലം രക്ഷപ്പെടാൻ ഇതേ ഉള്ളൊരു മാർഗം. കുറച്ചു കാലമായി സർ തുടങ്ങി. പറഞ്ഞത് സത്യമാണോ? അതെ, മിസ്റ്റർ മുകുന്ദനോടാ ചോദിച്ചത്? അതെ.
മെന്റൽ. വെരി ഗുഡ്. താങ്ക് യു സർ. എനിക്ക് നിങ്ങളെ ഇഷ്ടമായി. സാധാരണ ഓരോരുത്തരും ഇത്തരം അസുഖങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കുക ചെയ്യുന്നത്. മാനസിക രോഗിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഭാര്യ കല്യാണം കഴിച്ചത്, അതോ വീട്ടുകാർ അബദ്ധത്തെ കൊണ്ട് ചാടിച്ചോ? അറിഞ്ഞുകൊണ്ട് കല്യാണം കഴിച്ചതാ. വെരി വെരി ഗുഡ്. ഞാൻ സർവീസിലായിരിക്കുമ്പോൾ ഒരു കേസ് വന്നു. ഭാര്യയ്ക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ് ഭർത്താവ് അവിടെ ഉപേക്ഷിക്കാൻ നോക്കുമായിരുന്നു. ആ ഭർത്താവിനെ ഞാൻ ഒരൊറ്റ ചവിട്ടി ഔട്ടി. ഇന്നും അവന്റെ നട്ടൽ ഉറച്ചിട്ടില്ല. ദാമ്പത്യ ജീവിതത്തിൽ കള്ളം കാണിക്കുന്നവരെ ചവിട്ടുക തന്നെ വേണം. വേണം. അതിരിക്കട്ടെ, ഭാര്യ ഇപ്പൊ എവിടെയാ? വീട്ടിലോ ഹോസ്പിറ്റലിലോ? വെറും ഒരു കമ്പനി കൊടുക്കൽ, ഒരു ഫീമെയിൽ ഫ്രണ്ട്, കളിയും ചിരിയും വർത്തമാനമൊക്കെ ആയിട്ട് അത്രമാത്രം. അവിടെ എന്റെ ബൗണ്ടറിയാണ്. ആ അതിർത്തി ബ്രേക്ക് ചെയ്യാൻ ഞാൻ പെർമിഷൻ തരില്ല, ലോകത്താർക്കും. വേണ്ട, വേറൊരു ഒരു ടച്ചിങ്സ്, അത്രേ ഉള്ളൂ. പാവം സാറിന് മനോരോഗ, തലമുടിയില്ലെങ്കിലും ഒരു ടച്ചിങ്, അത്രേ ഉള്ളൂ അല്ലേ? പക്ഷെ ഒരു കാര്യം, എന്താ? ഭാര്യമാരെ പറ്റിച്ച് എന്നോട് കമ്പനി കൂടാൻ വരുന്നവരെ ഞാൻ വട്ടം ചുറ്റിക്കും. ഭാര്യ ഉണ്ടോ? ഇല്ല. ഉണ്ട്. ഉണ്ട്. ഇല്ല. ഉണ്ടെങ്കിലും ഇല്ലാത്ത പോലെ തന്നെയാ. നമുക്ക് ഏതെങ്കിലും ഫോറിൻ രാജ്യം വിസിറ്റ് ചെയ്യാം. സിംഗപ്പൂർ, ഹോങ്കോങ്, മലേഷ്യ, കോലാലംപൂർ, അങ്ങനെ എവിടെയെങ്കിലും. പിന്നെന്താ? എന്നാ നിങ്ങൾ വർത്താനം പറഞ്ഞിരിക്കും. എനിക്ക് അപ്പുറത്തൊരു പാർട്ടി മീറ്റിംഗ് മെമ്പേഴ്സ് കാത്തിരിക്കുന്നുണ്ടാവും. ഒന്ന് പോടെ കള്ളൻ. ഞാനൊന്ന് ടച്ച് ചെയ്തോട്ടെ. ഓക്കെ. എവനെ കൊണ്ട് ഞാൻ തോറ്റ്. രണ്ട് ലേഡീസോ? തന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഞാനല്ലേ സാർ ഇപ്പൊ ഡോറ് തുറന്നു തന്നത്. ഞാൻ SIEDN ഇടിക്കുള. 8 വർഷത്തെ സർവീസിനിടയ്ക്ക് 80 സസ്പെൻഷൻ. ഇവിടെ ഈയിടെ ചാർജ് എടുത്തേ ഉള്ളൂ. എന്റെ സ്റ്റേഷൻ എതിർത്ത് ഞാൻ ക്ലീൻ ആക്കും. വമ്പന്മാരുടെ ഹോട്ടലുകളാണ് ഈ ഇടിക്കുളയ്ക്ക് നോട്ടം. പാവകളെ ഞാൻ വെറുതെ വിടും. പറഞ്ഞ ആരായവൾ? ഭാര്യ ഭർത്താക്കന്മാരെ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കണ്ട. പറയൂ. ഞാൻ ഈ കുട്ടിയുടെ ബ്രദറാണ് സാർ. ആണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബ്രദറിന്റെ പേരെന്ന് പറ സിസ്റ്ററെ. പഴം പവനോ? സർ സത്യമാണ്, ഇതെന്റെ ബ്രദറാണ്. ഞങ്ങളൊരു ഇന്റർവ്യൂവിന് വന്നതാ. ഞങ്ങളൊരു റെപ്യൂട്ടഡ് ഫാമിലിയിലെ മെമ്പേഴ്സ് ആണ്. ഞാൻ മാരീഡാ. SIEDN ഇടിക്കുളയ്ക്ക് തെളിവ് വേണം. ആരാ ഹസ്ബൻഡ്? പേര് പറഞ്ഞാ പോരാ, ആളെ കാണണം. ആണ്ടെ, ഈ വരുന്ന ഞായറാഴ്ച എന്റെ വിവാഹ നിശ്ചയം. നമ്മുടെ മുൻ DGP അലക്സാണ്ടർ മാത്യൂസ് ഇല്ലയോ, പുള്ളിയുടെ മോള് സെറീനയെ ഞാൻ കിട്ടുന്നത്. സർ ആളിപ്പത്തിരി ദൂരെയാണ്. അപ്പോൾ വിവാഹം ലളിതമായിട്ട് നടത്താം. റിസപ്ഷൻ ഇവിടുത്തെ ടൗൺ ഹാളിൽ. മിസ്റ്റർ മുകുന്ദൻ, വിവാഹത്തിന് ഭാര്യയെ തീർച്ചയായും കൊണ്ടുവന്നിരിക്കണം. അത് പിന്നെ ഭാര്യയ്ക്ക് മാനസികാസുഖമുള്ളവർക്ക് ഏറ്റവും ആവശ്യം മനസ്സിന് സന്തോഷം കിട്ടുന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോവുക എന്നുള്ളതാണ്. ആകുമ്പോഴേക്ക് 1-2 പേരെ കൂടെ വെച്ചാൽ മതിയല്ലോ. അതെ. അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ജോണും ഇങ്ങോട്ട് കയറി വാടാ. ഇങ്ങോട്ട് കയറി നിൽക്കുക. അടിച്ചിട്ടില്ലേ? ഇങ്ങോട്ട് വാ. ഇവിടെ കർത്താവേ, കഴിഞ്ഞു. എന്താ കാര്യം? സർ, സംശയാസ്പദമായി ഹോട്ടലിൽ നിന്ന് പിടികൂടിയതാ. ഇയാൾ ഈ കുട്ടിയുടെ സഹോദരനാന്ന് പറയുന്നു. ഹസ്ബൻഡ് കൂടെ ഉണ്ടെന്നും. ഇവിടെ ആരാ ഈ കുട്ടിയുടെ ഹസ്ബൻഡ്? പറയും, ആരാ നിന്റെ ഹസ്ബൻഡ്? എന്നെ പറയരുതേ. ഓ, രാഹുലിന്റെ വൈഫാണല്ലേ? സോറി സർ, ഞാനെങ്കിലും അത് പറയേണ്ടതായിരുന്നു. ഈ കുട്ടിയുടെ ഹസ്ബൻഡ് ഈ മുകുന്ദൻ ഭായിയാണ് സാർ. എപ്പോഴാച്ചാലും ഇതൊക്കെ അങ്ങനെ പറയണ്ട എന്റെ മുകുന്ദേട്ടാ. അതെ, ഇന്നൊറ്റ ദിവസത്തേക്ക് ചേട്ടായി. പാവം. കണ്ടാൽ മെന്റൽ ആണെന്ന് പറയില്ല. എന്താ? ഒന്നുമില്ല. പാവം ചേച്ചി, ഞങ്ങൾ ഇത്ര നേരം ചേച്ചിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെ ഹോട്ടലിൽ എത്തിയെന്നാ പറഞ്ഞേ? മാനസിക വിഭ്രാന്തിയല്ലേ, ഇടയ്ക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒറ്റ ഓട്ടമാ.
ഇതാരാ? ഞാൻ പഴ ഈ കുട്ടിയുടെ ബ്രദറാ. എന്ന് വെച്ചാൽ മിസ്റ്റർ മുകുന്ദന്റെ അളിയൻ. ഒന്നേ വന്നേ. സഹോദരനാണ് പോലും സഹോദരൻ. ഇവളെ വീട്ടിൽ നിന്ന് പുറത്തിറക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ? സോറി അളിയാ. സർ, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. പറഞ്ഞോളൂ. എനിക്കറിയാം, എനിക്ക് വട്ടാ. ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടും. വല്ല ഗസ്റ്റ് ഹൗസിലോ ഹോട്ടലിലോ ഒക്കെ ചെന്ന് കേറും. സർ പറയണം, എവിടെ വെച്ച് കണ്ടാലും എന്നെ പോലീസ് പിടിക്കരുതെന്ന്. ഞാൻ വേണ്ട ചെയ്യാൻ കുട്ടി. ഉം. ഡോ സർ, ഈ കുട്ടിയുടെ ഉത്തരവാദിത്തം മുഴുവൻ ഞാൻ ഏറ്റെടുത്തിരിക്കുക. കമ്മീഷണറോട് ഞാൻ വിളിച്ചു പറഞ്ഞോളാം. സർ, സർ, ഇയാളന്ന് ലോഡ്ജിൽ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് മോനെ രക്ഷപ്പെടുത്താൻ. അതൊക്കെ ഒരു സൈക്കോളജിക്കൽ സ്റ്റോറിയാണോ? ഓ, അങ്ങനെയായിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. സാർ, പോണ വഴിക്ക് എന്നെ ഒന്ന് മുക്കിൽ ഇറക്കി വെക്കാം സാർ. വാ അളിയാ, എന്നാ പിന്നെ എന്റെ ഭാര്യ ഒന്ന് ഇങ്ങോട്ട് വരുവോ? ഓടിപ്പോവും, പിടിച്ചോണേ. ശരിയാക്കി തരടാ. ഇടയ്ക്ക് ഓടും അതാ. എന്താ? നിന്റെ എന്റെ 16 അടിയന്തരം കണ്ടിട്ടേ നീ പോവുള്ളൂല്ലേ? ഒരു ഹെൽപ്പ് ആവശ്യമുള്ളപ്പോ വരാൻ പറഞ്ഞു, വന്നു. പിന്നെ ആദ്യം നിങ്ങൾ എന്നെ പിടിച്ച് ജോണിന്റെ ഭാര്യയാക്കി. ഇപ്പതോ രാഹുൽ എന്നെ പിടിച്ച് നിങ്ങളുടെ ഭാര്യയാക്കി. അതായത് ഒരേ സമയത്ത് രണ്ടാളുടെ ഭാര്യ. പിന്നെ അതായപ്പോ മെന്റൽ പേഷ്യന്റും. ഇതിനൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്തല്ലേ ചൂടാവണ്ടേ? കിട്ട് 2 എണ്ണം തരാൻ വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നീ അവളെ എന്റെ ഭാര്യ കൊല്ലടാ, കൊടുക്കടാ. അയ്യോ, ഞാനോ? അടിക്കടാ. അല്ല ചേട്ടാ, ഞാൻ 6 വർഷങ്ങൾക്ക് മുൻപ് ജോണേ, വേണ്ട വേണ്ട വേണ്ട. ചേട്ടാ അറിയാതെ പറ്റിയതാ. ആറ് വർഷങ്ങൾക്ക് മുൻപേ നീ തന്നെ എന്നോട് ചെയ്യണോടാ. അയ്യോ, ഇത് എല്ലാത്തിനും കാരണം ഇവനാ. ആ സെറീനയുടെ വീട്ടിലേക്ക് ഇവനെ കൊണ്ട് പോണ്ടെന്ന് ഞാൻ അപ്പോഴാ പറഞ്ഞതാ. അപ്പൊ ചേട്ടായുടെ ഒടുക്കത്തൊരു സെന്റിമെന്റ്സ് അനുഭവിച്ചോ? ആ ഡയാന ഉണ്ടല്ലോ, ഇപ്പൊ ചേട്ടായുടെ കൂടി ഭാര്യ. ഇവനാ ഞാനൊന്ന് പറയട്ടെ. ബായിക്കൊരു പ്രശ്നം വന്നപ്പോൾ ബായി ഡയാനയെ ഇവന്റെ ഭാര്യയാക്കി, ഇല്ലേ? അപ്പൊ ഇവനൊരു പ്രശ്നം വരുമ്പോൾ ബായിയല്ലേ അവളുടെ ഭർത്താവേണ്ടത്, അല്ലാതെ ഞാനാണോ? ആണോ? ചേട്ടായി മാത്രം. നീ ഒന്നും ജീവിതകാലത്ത് നന്നാവില്ലടാ. നീ നന്നായി, സത്യമായിട്ട് ഞാൻ നന്നായിട്ട് ഇപ്പൊ 1-2 ആഴ്ചയായി. ലേശം വാചകൊടി, അല്പം വെള്ളവടി, കുറച്ച് പുളുവടി, പിന്നെ കുറെ പഞ്ചാരയടി. അതായിരുന്നു എന്റെ ഒരു രീതി. പക്ഷെ ഇന്ന് തൊട്ട് ഞാൻ തീരുമാനിച്ചു, ഇനി കുടുംബത്തെ മറന്നൊരു കളി വേണ്ടെന്ന്. സത്യമായിട്ടും ഞാൻ ക്ലീൻ ആയി. ക്ലീൻ ആയപ്പോ ഞങ്ങളൊക്കെ അങ്ങ് മോശമായി. അതിന് ഞാനൊരു മാർഗം പറഞ്ഞു. ഇനി വല്ലതും മിഡിയ കൊന്നുകളയുന്നേ. അതെ. അയ്യോ, കൃഷ്ണേന്ദു ചേച്ചി. അളിയാ, എന്നെ കൃഷ്ണേന്ദു ചേച്ചി. കൃഷ്ണേന്ദു ചേച്ചി എവിടെ? ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്കുക. എന്തേ? എടാ, നീ വിഷമിക്കരുത്, കരയരുത്. എനിക്കറിയാം നിനക്ക് വിഷമം സഹിക്കാൻ വയ്യാത്തോണ്ട് 3 കൂടെ ഒരുമിച്ചിരുന്ന് വെള്ളം അടിക്കാണല്ലേ. നിന്റെ വിഷമത്തിൽ ഞാൻ പങ്കുചേരാടാ. എനിക്കോടെ ഒരു സാധനം, ഗ്ലാസ് എപ്പോഴും ഞാൻ കൂടെ കൊണ്ട് നടക്കും. എപ്പോഴാ ദുഃഖം വരുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒഴിയുടെ നീ എവിടെ? ശകലൊഴി. മനുഷ്യൻ ഇവിടെ പ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോഴാ തനിക്ക് എന്താ വേണ്ടത്? അപ്പൊ ആളെ ഞാൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ഈ ജോണിന്റെ ഭാര്യയെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജീപ്പിൽ കൊണ്ടുപോകണമെന്ന് എന്റെ കണ്ണുകൊണ്ട് കണ്ടളിയാ. അത് മറ്റേ കേസിന് കേസ്. സത്യം, ഹോട്ടലിലെത്താൻ ഞാൻ വൈകി പോയതാ. ഇല്ലായിരുന്നെങ്കിൽ എന്നെ രമണിയും കൂടെ പോലീസ് പൊക്കിക്കൊണ്ട് പോയെന്നെ. വിശ്വസിക്കരുതടാ, ലോകത്തോരെ പെണ്ണിനെ വിശ്വസിക്കരുത്. വിശ്വസിച്ചാൽ അവളുമാരെ നമ്മളെ ചതിക്കും, അത് ഉറപ്പാ. നിനക്കറിയോ, കഴിഞ്ഞ 13 വർഷമായിട്ട് ആത്മാർത്ഥമായി സ്നേഹിച്ച പെണ്ണിനോട് ഞാൻ ചോദിച്ചു, എന്നോടൊപ്പം ഇറങ്ങി വരാൻ പറ്റുമോന്ന്. ഓൺ ദ സ്പോട്ടിൽ ആ നായിന്റെ മോൾ എന്നോടൊപ്പം ഇറങ്ങി വന്നു കളഞ്ഞടേ. അമ്മേടെ അതാ ഞാൻ പറഞ്ഞത്, പെണ്ണുങ്ങളെ വിശ്വസിക്കരുത്, അവര് ചതിക്കും. വാ, നമുക്ക് വെള്ളം അടിക്കാം. ഒരു കാരണം കിട്ടാൻ കാത്തിരിക്കായിരുന്നു ഞാൻ. നീ പോടുന്ന പോയേ. അത് ശരി, ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഇവിടെ ആർക്കും ഒരു ഞെട്ടലും വിഷമമൊന്നും ഇല്ലല്ലോ അളിയാ. അപ്പൊ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? ശരി, എന്നാൽ ഇവന്റെ ഭാര്യയെ പോലീസ് പിടിച്ചോണ്ട് പോയ വിവരം ഞാൻ നേരെ കൃഷ്ണേന്ദു ചേച്ചി അറിയിക്കാം. എന്നിട്ട് ഈ ചൂടുള്ള വാർത്ത എന്റെ തീപ്പന്തൽ പത്രത്തിൽ ചേട്ടത്തിയോട് പറയരുത്, തന്നെ വൃത്തിയായിട്ട പത്രത്തിൽ കൊടുക്കുകയും ചെയ്യരുത്. 1000 രൂപ കൊണ്ടുപോയി സന്തോഷിക്കാം കേട്ടോ. അപ്പൊ പ്രശ്നം ഗുരുതരമാണ്. ശരി, ഞാനിത് ആരോടും പറയുന്നില്ല. ഇന്നത്തെ എന്റെ ദുഃഖം തീരാൻ ഇത് ധാരാളം. പക്ഷെ എനിക്ക് നാളെയും ദുഃഖം വരൂടെ. അപ്പം ഞാൻ എന്ത് ചെയ്യും? ആ ചേട്ടാ ഇവിടെ ഉണ്ടാവും. ആരെങ്കിലും ഉണ്ടായിരുന്നോ മതി. എനിക്കൊരൊറ്റ പ്രാർത്ഥനയുള്ളൂ, ഈശ്വര, എന്റെ ഇതുപോലുള്ള ദുഃഖം ഒരിക്കലും തീരല്ലേ ഭഗവാനീ. ചേട്ടായി ബ്ലാക്ക് മെയിലിംഗ് തുടങ്ങി, കാര്യങ്ങളൊക്കെ കൈവിട്ട് പോവാന്നേ. നീ ഒന്ന് സമാധാനമായിട്ടിരിക്കേ, ഞാനൊരു ഐഡിയ. ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ നിന്റെ കല്യാണം എങ്ങനെ നടത്താന്നുള്ളതിനെ കുറിച്ച് ഞാനൊന്ന് ചിന്തിച്ചോണ്ടിരിക്കുക. 1 മിനിറ്റ്.
നാളെ ഈ റിങ് കിട്ടുമ്പോ രാഹുൽ ശരിക്കും ഷോക്ഡ് ആവും. ഓരോ ഗിഫ്റ്റ് വന്ന് എന്നെ ഞെട്ടിക്കുന്ന ആളുടെ തിരിച്ച് അങ്ങോട്ടൊരു ഞെട്ടിക്കൽ. ഇത് കൊള്ളാല്ലേ? ഇത് പാക്ക് ചെയ്തോളൂ. അവിടെയാണ് ബാംഗിൾസ്. ആദ്യം നെക്ലസ് നോക്കാം. ശരി. സെറീന. ഹായ് ശ്രേയ. എത്ര നാളെ കണ്ടിട്ട്. പപ്പ, ഇത് ഞാൻ പറയാറുള്ള ശ്രേയ. ഹലോ. ഇത് കൃഷ്ണേന്ദു, എന്റെ ഫ്രണ്ടായി. ഇവള് കോളേജിൽ 2 വർഷം എന്റെ ജൂനിയർ ആയിരുന്നു. ഞാൻ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നപ്പോ ഇവളായിരുന്നു മാഗസിൻ എഡിറ്റർ. ആർട്സ് ക്ലബ് സെക്രട്ടറിയും ഫ്രണ്ടിനെയും പരിചയപ്പെട്ടതിൽ സന്തോഷം. ഞാൻ കുറച്ച് ഓർണമെന്റ്സ് എടുക്കാൻ വന്നതാ. 12th എന്റെ മാരേജാ. സദ്ഗുണസമ്പന്നനായ ഒരു ചെറുപ്പക്കാരൻ എന്റെ മകളുടെ കഴുത്തിൽ താലി കെട്ടാൻ പോവുകയാണ്. മിന്നുകെട്ട് ചർച്ചിൽ വെച്ച്, റിസപ്ഷൻ വൈകുന്നേരം ടൗൺ ഹാളിൽ. വഴിയിൽ വെച്ച് കണ്ടപ്പോ വിളിക്കാന്ന് കരുതരുത്. നീ വരണം. അല്ല, നിങ്ങൾ രണ്ടുപേരും വരണം. വഴിയിൽ വെച്ചാണെങ്കിൽ നീ വിളിച്ചല്ലോ, ഞങ്ങൾ 2 പേരും വരും. അല്ലേ കൃഷ്ണേന്ദു? പിന്നെ ഉറപ്പായിട്ടും വരും. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് അല്പം ധൃതിയുണ്ട്. ശരി, അപ്പൊ റിസപ്ഷൻ ആണ്. ഓക്കെ, ബൈ. ബൈ. ഇതെന്താ? 16-ാം തീയതി നമ്മൾ സിംഗപ്പൂര് പോവല്ലേ? തലേ ദിവസം പാക്ക് ചെയ്യാന്ന് വെച്ചാൽ എല്ലാം മറന്നുപോകും. ദാ കാച്ചിയ വെളിച്ചെണ്ണ, രാസ്നാദിപ്പൊടി, ചമ്മന്തിപ്പൊടി വെച്ചില്ലേ? ആ മലയാളികളുടെ ഫാമിലി ടൂറിൽ ചമ്മന്തിപ്പൊടി അച്ചാറും മസ്റ്റ് ആണല്ലോ. കൃഷ്ണേന്ദു, അതെ, ബുധനാഴ്ച ഞാനിവിടെ ഉണ്ടാവില്ല. എവിടെ പോകുന്നു? ഒരു കല്യാണം. ആരുടെ? ഒരു ഫ്രണ്ടിന്റെയാ. ഏത് ഫ്രണ്ടിന്റെ? ജോൺ. ജോണോ? ജോണല്ല, ജോണിനെ പോലെ വേറെ ഫ്രണ്ടാ. ഞാൻ അറിയാത്ത വേറെ ഏത് ഫ്രണ്ടാ? എനിക്ക് വയ്യടി, എന്റെ കൂടെ 1ാം ക്ലാസ്സിൽ പഠിച്ചതാ. പിന്നെ ഞാനേ കണ്ടിട്ടില്ല. അരവിന്ദൻ. ദൂരെ ഒരു ചർച്ചിൽ വെച്ചിട്ടാ കല്യാണം, പക്ഷെ റിസപ്ഷൻ ഇവിടെ വെച്ചിട്ടാ. അതിന് അരവിന്ദൻ ഹിന്ദു പേരല്ലേ? പിന്നെ എങ്ങനെ ചർച്ചിൽ വെച്ചിട്ട്? അല്ല, അരവിന്ദൻ മത്തായി ചാക്കോ. അപ്പന്റെ പേര് മത്തായി, അപ്പന്റെ പേര് ചാക്കോ. പക്ഷെ അമ്മ ഹിന്ദു നാരായണേട്ടത്തി. എനിക്കും വരണമെന്നുണ്ടായിരുന്നു, പക്ഷേ അന്ന് ശ്രേയയുടെ ഒരു ഫ്രണ്ടിന്റെ കല്യാണം. ആണോ? എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനും ശ്രേയും കൂടി ആ കല്യാണത്തിന് പോവാൻ നിൽക്കുക. അതിനെന്താ ഇത്ര സന്തോഷം? മനുഷ്യനെ സന്തോഷിക്കാൻ ഓരോ കാരണങ്ങള്, ദുഃഖിക്കാനും ഓരോ കാരണങ്ങള്. എന്താ? ഒന്നുമില്ല. അല്ല, ഞാൻ നേരത്തെ ചോദിച്ചൊരു കാര്യം തന്നെയാ. ഇപ്പൊ ഈ ഗോസിപ്പുകളുടെ കാലമാണല്ലോ. എന്നെയും ഒരു പെൺകുട്ടിയും ചേർത്തൊരു ഗോസിപ്പ് നീ കേട്ടു എന്ന് വിചാരിക്കുക. നീ എന്ത് ചെയ്യും? ഞാനൊന്നും ചെയ്യില്ല. അതെനിക്കറിയാം. ചെയ്യേണ്ടതൊക്കെ പപ്പ ചെയ്തോളൂ. സർവീസിലിരിക്കുമ്പോ ഇതുപോലൊരു ഇഷ്യൂല് ഒരാളെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പപ്പ. അല്ല സെറീനോ, ആരെങ്കിലും എന്തെങ്കിലും തമാശ പറയുന്ന കേട്ട് ആരാന്നൊക്കെ ശരിക്കും നോക്കി ക്ലാരിഫൈ ചെയ്തിട്ടല്ലേ കൊല്ലത്തുള്ളൂ. ഏയ്, എന്റെ പപ്പ വളരെ ഫാസ്റ്റാ. കൊന്നതിന് ശേഷം കാര്യം അന്വേഷിക്കും. ആണോ? അതാ നല്ലത്. ഞാൻ വെക്ക്, അന്ന് എന്റെ ചാർജ് പോയി. എന്താടാ? ചേട്ടായി ഞാൻ കൊല്ലും. നീ എന്നെ കൊല്ലുന്നതിന് മുമ്പ് എന്റെ ഭാര്യ എന്നെ കൊല്ലും. ആ നന്നായി. നിങ്ങൾക്കൊരു കൂട്ടുകാരനുണ്ടല്ലോ, അവന്റെ കയ്യിലിരിപ്പ് ആദ്യമേ വീട്ടിൽ അറിയിച്ചായിരുന്നെങ്കിൽ നടക്കാൻ പോകുന്ന ഈ കൊലപാതകങ്ങൾ ഒഴിവാക്കായിരുന്നല്ലോ. അറിയിക്കോടാ, എല്ലാം ഞാൻ അറിയിക്കും. നിന്റെ ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ ഒക്കെ ഞാൻ പൊട്ടിക്കും. അതല്ല പ്രശ്നം. കല്യാണത്തിന് കൃഷ്ണേന്ദു ചേട്ടത്തിനെ എങ്ങനെ ഒഴിവാക്കും? എടാ, ഓൾറെഡി ഒഴിവാക്കി കഴിഞ്ഞു. ആണാ? എങ്ങനെ? രാഹുലിനെയൊക്കെ നന്നായിട്ട് ഞാനിപ്പോ കള്ളം പറയും. ഏതായാലും നീ സമാധാനമായിട്ടിരിക്കും. നിന്റെ കല്യാണം നമ്മൾ ആടിച്ച് പൊളിക്കുന്നു. മോനെ കലക്കി. നിന്റെ ഈ റിസപ്ഷൻ കൂടി കഴിഞ്ഞു കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടതാ. അതെ ചേട്ടായി, ഇന്ന് രാത്രി തന്നെ ഞാൻ സെറീനോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാൻ പോവാ. ഞാനും ചെറുതായിട്ടൊന്ന് നന്നാവാൻ തീരുമാനിച്ചു. ഫ്രണ്ട്സ് ആയാലും ഇങ്ങനെ തന്നെ വേണം, എപ്പോഴും ഒരുമിച്ച് തന്നെ നിൽക്കണം. പിന്നെ മിസ്റ്റർ മുകുന്ദൻ, ഞാൻ നിങ്ങൾക്കൊരു ചെറിയ സർപ്രൈസ് തരാൻ പോവുകയാണ്. പ്ലീസ്. ഹായ് ഡയാന. ഹായ്, നൈസ് ടു മീറ്റ് യു. സെയിം വിത്ത് യു. യാദൃശ്ചികമായിട്ടാ ഞാൻ ഇന്നലെ വൈഫിനെ കണ്ടത്. വിവാഹത്തിന് ക്ഷണിക്കുകയും ചെയ്തു. മാനസിക പ്രശ്നമുള്ളവർക്ക് സാമൂഹ്യ അംഗീകാരമാണ് വേണ്ടത് മിസ്റ്റർ മുകുന്ദൻ. സ്ഥാനം കൂടി ചെന്ന് ഭാര്യയെ സ്വീകരിച്ചിരുത്ത്.
എങ്ങോട്ടാ നീ മുങ്ങണത്? അവളെ നിന്റെയും കൂടെ ഭാര്യ. അത് ചേട്ടത്തിന്റെ മുന്നിൽ അന്ന്, ഇന്ന് ചേട്ടായുടെ മാത്രം ഭാര്യ. ഏതായാലും എന്റെ ഭാര്യയല്ല. ഓ, എന്റെ ഭാര്യ പാവടെ ഒറ്റയ്ക്ക്. അയ്യോ, അങ്ങോട്ട് പോയ കുഴപ്പം. അത് നീ എടാ, അവളെ ഒഴിവാക്കേണ്ടത് നമ്മുടെ ഒക്കെ ആവശ്യമാണ്. ആദ്യം നീ ചെല്ലേ. ഓ ജോണേ, ഐ ഹോപ്പ് യു വിൽ ബി ദേർ. Sure. Okay. Bye. ബൈ. എന്നെ ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ? ഹാ, അതിന് ഞാൻ എന്ത് ചെയ്തെന്നാ പറയുന്നത്? ഇതിൽ കൂടുതൽ എന്തോന്ന് ചെയ്യാൻ? ഒന്ന് കൊണ്ടുപോടേ. എന്തിനാണ് അവ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഒരു മുൻ DGP ക്ഷണിച്ച വരാതിരിക്കാൻ പറ്റോ? നമുക്ക് ഭാവിയിൽ ഇവരെ കൊണ്ടൊക്കെ ഉപകാരമുള്ളതല്ലേ? ചേച്ചി ഹേ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഇപ്പൊ അസ്വസ്ഥതയൊന്നും ഇല്ലല്ലോ അല്ലേ? ഏയ്, അസ്വസ്ഥതയൊക്കെ ഇപ്പൊ മറ്റുള്ളവർക്കാ. ഒട്ടും ടെൻഷൻ അടിക്കണ്ട, ഞാൻ മാനേജ് ചെയ്തോളാം. വരെ ചേച്ചി. സുഖമില്ലാത്ത കുട്ടിയാ, കുറച്ച് ഷോക്ക്. ലേഡീസ് ഒക്കെ കുറവ്. കുടി കേരള ടുഡേയിൽ മുഖചിത്രം അടിച്ചതിന് താങ്ക്സ് ഉണ്ട്. അത് കണ്ടിട്ട് എന്റെ ഭാര്യ പിണങ്ങി അവളുടെ വീട്ടിൽ പോയി. ഈ ബട്ടൺസ് ഒക്കെ രഹസ്യ ക്യാമറകളാണോ ഇനി? അതെ, കേരള ടുഡേക്കാര് ഫോട്ടോ എടുക്കും, അതുകൊണ്ട് ആരെയും ടച്ചാ നിൽക്കണ്ട. ഹലോ വിമല, വിമല എവിടെ ഇരിക്കുന്നു? ചേച്ചി അവിടെ വിളിക്കുന്നു, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ശരി, വാ. നമസ്കാരം സർ. എന്നെ മനസ്സിലായോ? പിന്നെ സാറിന് ഇവിടെ ആർക്കും അറിയാൻ പാടില്ലാത്ത എക്സ് മിനിസ്റ്റർ പഴംകുറ്റി പവിത്രനല്ലേ? അയ്യോ, പഴംകുറ്റിയല്ല, പഴകുറ്റി. ഞാനന്ന് ഹോട്ടൽ മുറി വന്ന് ഓർമ്മിക്കുന്നില്ലേ? വിഗൊക്കെ വെച്ച് വേറൊരു ഗെറ്റപ്പില്. ടച്ചിങ്സ് റെയ്ഡ്, പോലീസ് റെയ്ഡ്. നമുക്ക് അടുത്ത ആഴ്ച സിംഗപ്പൂരിലോ മലേഷ്യയിലോ പോയി ടച്ചിങ്സ് അങ്ങ് തുടങ്ങിയാലോ? പ്ലീസ്. ഓക്കെ. വിശുദ്ധ അന്തോനിസ് പുണ്യാള, ഞങ്ങൾ പാപികളാകുന്നു, ഞങ്ങളുടെ പാപഭാരം നീ തന്നെ ഏറ്റെടുക്കണമേ. എക്സ്ക്യൂസ് മീ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചോളൂ. കാരണം ഇനി പുള്ളിക്കാരന് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ പറ്റൂ. മനസ്സിലായില്ല. അതാ നോക്കൂ, മുറ്റത്തൊരു മൈന. അവിടെയല്ല, ദാ ഇവിടെ. എന്ത്? ബൊഫേ, നമുക്ക് എന്തെങ്കിലും തിന്നിട്ട് പോകാം. ആദ്യം ചെറുക്കനെ പെണ്ണിനെ കണ്ടിട്ട് വരാം. പിന്നെ ആയി കഴിഞ്ഞാൽ ചിക്കന്റെ ചാറ് പോലും കിട്ടൂല. ഹലോ, നിങ്ങളല്ലേ തീപ്പന്തലിരുന്ന മിസ്റ്റർ രാജ്ബോസ്? അല്ല. ആണെന്നേ, ഞാൻ പത്രത്തിൽ ഫോട്ടോ ഉണ്ടല്ലോ. അല്ലെന്ന്, നിങ്ങൾ കാളെ തെറ്റിയതാ. ആള് തെറ്റിയിടുന്നില്ല, താൻ തന്നെ. ഇല്ലെന്ന്. ഒരു മിനിറ്റ് മാറി നിന്നും സംസാരിക്കാം. അതിന്റെ ആവശ്യമില്ല, നമ്മള് ഫാമിലി ആയിട്ട് വന്നതാ. നമുക്ക് ഫാമിലി ഒക്കെ ഉള്ള അതിന്റെ ആവശ്യമില്ലെന്ന് ചാച്ചി, ഒരു മിനിറ്റ്, ഒരു ഓട്ടോഗ്രാഫ് കൊടുത്തു. അതാരാ? നല്ല ആരാധകനും ആയിരിക്കും. ഓഹോ, അപ്പൊ നിന്റെ സെറീനയാണ് അവരുടെ കോമൺ ഫ്രണ്ട്. മത്തായി ചേട്ടായി, എന്റെ ഭാര്യയും നിന്റെ ഭാര്യയും കൂടി ഇപ്പൊ നമ്മുടെ ഭാര്യയെ കാണുമല്ലോടാ. ഓ ചേട്ടായി പ്ലീസ്, ഞാൻ ചേട്ടായുടെ അനിയനല്ലേ. ഞാൻ 6 വർഷങ്ങൾക്ക് മുമ്പ് ചേട്ടായി എനിക്കൊരു ജോലി തന്നു, താമസിക്കാൻ ഒരു വീട് തന്നു. അങ്ങനെയുള്ള ചേട്ടായി തന്നെ എന്റെ കല്യാണ ദിവസം ഡൈവോഴ്സ് നടത്താൻ കാരണക്കാരനാകരുത്. ഞാൻ കാലം പിടിക്കാം, തന്റെ വരെ കാലം പിടിക്കാം. ചേട്ടായി എന്തെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഈ ഷോളി കെട്ടി തൂക്കിച്ചാവും. അവര് തമ്മിൽ കണ്ട കുഴപ്പമാവും. നീയൊന്ന് സമാധാനമായിട്ടിരിക്കേ. വിളിച്ചോണ്ട് പോ, ഞാനൊന്ന് ഹാൻഡിൽ ചെയ്ത. നമുക്ക് അപ്പുറത്ത് മാറി നിന്ന് കരയാം. കൃഷ്ണേന്ദു, ഓക്കെടാ കുട്ടാ. രാജ്ബോസ് ഞാൻ അല്ലാന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ ആണെന്നെങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ എന്നെ കൊന്നു കളഞ്ഞനെ. അളയെന്ത് ഇവിടെ? അതെ, മൂന്തേട്ടനെന്താ ഇവിടെ? കല്യാണത്തിന് വന്നത് അല്ല, നിങ്ങളെന്താ ഇവിടെ? ഇത് എന്റെ ഫ്രണ്ടിന്റെ കല്യാണം. ആണോ? ചെക്കൻ എന്റെ ക്ലോസ് ഫ്രണ്ടാ. അല്ല, അതിന് മൂന്തേട്ടൻ അവിടുത്തെ കല്യാണത്തിന് പോകുന്നല്ലേ പറഞ്ഞത്? അതെ, ഞാൻ അവിടുത്തെ കല്യാണത്തിന് പോയാലും നീ ഇവിടുത്തെ കല്യാണത്തിന് വന്നാലും എല്ലാ കല്യാണം തന്നെയല്ലേ. പക്ഷെ ഞാൻ അവിടുത്തെ കല്യാണത്തിന് പോകുന്നത് നിനക്ക് ഇഷ്ടമല്ല എന്നുള്ളത് എനിക്കറിയാം. എന്ത് ചെയ്യാം, മനം പോലെ മംഗല്യം നല്ലേ കാർന്നമാര് പറയാറ്. മുകുന്ദേട്ടൻ വലിയ തമാശയൊക്കെ പറഞ്ഞു തുടങ്ങിയല്ലോ. പിടിച്ചു നിൽക്കണ്ടേ? ഒരു മിനിറ്റ് വന്നേ. ശരിക്കും ഇവിടെ എത്ര കല്യാണം നടക്കും? അതെ, നമുക്ക് അത്യാവശ്യമായിട്ട് വീട് വരുന്നു പോണം. അയ്യോ, എന്ത് പറ്റി? അത് പിന്നെ നീ മുന്നിലത്തെ കഥ അടയ്ക്കാതെ ഇല്ലടി വന്നത്. അതിന് ഞാനല്ലേ കഥവും കൂട്ടി ചാച്ചിയുടെ കയ്യിൽ താക്കോല് കൊടുത്തത്. അതല്ലടാ മണ്ട, ഞാൻ ഉദ്ദേശിച്ചത് ഇവള് ഗ്യാസ് അടയ്ക്കാൻ മറന്നുപോയിന്ന്. 3 ദിവസമായി ഗ്യാസ് തീർന്നിട്ട് അത് എടുത്തോണ്ട് കൊടുക്കാത്തോണ്ട് ചാച്ചി ഇങ്ങ് അറ്റം വരെ എന്നെ തെറിവിളിയായിരുന്നു. ഞങ്ങൾ ഭാര്യയും ഭർത്താവും സംസാരിക്കുന്നിടത്ത് നിനക്ക് എന്താ കാര്യം? പോയവിടുന്ന് ഒന്ന് ഇനി വന്നേ. ഇങ്ങനെയുണ്ട് അളിയന്മാര്. അതെ, ശ്രേയ അവിടെ നിന്നുകൊണ്ടാണ് ഞാൻ എല്ലാം തുറന്നു പറയാത്തത്. നമുക്കൊന്നും വരാൻ പറ്റിയൊരു കല്യാണം അല്ലത്. അതെന്താ? അതെന്താണെന്ന് വെച്ചാല് ഞാനത് എങ്ങനെയാ നിന്നോട് പറയാ. പെണ്ണിന്റെ അച്ഛനെ വേറൊരു സെറ്റപ്പ് ഉണ്ട്. അതറിഞ്ഞിട്ടാണോ എന്താണെന്നൊന്നും അറിയില്ല. തള്ള ഇന്നലെ രാത്രി വേറെ ആളുടെ കൂടെ ഒളിച്ചോടിപ്പോയി. അത് പിന്നെ ആരൊക്കെയോ തിരിച്ചു പിടിച്ചോണ്ട് വന്നു എന്നൊക്കെയാണ് പറയണത്. എന്തായാലും ദൈവമാണ് ഇപ്പൊ നിന്നെ എന്റെ മുമ്പിൽ കൊണ്ടെത്തിച്ചത്. നമുക്ക് പോയേക്കാം.
അയ്യോ പാവം കുട്ടി. അച്ഛനും അമ്മയും തെറ്റിയതിന് ആ കുട്ടി എന്ത് പഠിച്ചു? ഞാനിത് എന്തായാലും കൊടുത്തിട്ട് വരാം. അയ്യോ, എന്താ മുണ്ടേട്ടാ? അറിയില്ല നെഞ്ചുവേദന. അയ്യോ കല്യാണ വീടാണ് വെറുതെ ഒച്ച വെച്ച ആളക്കൂട്ടല്ലേ. നെഞ്ചിനകത്തൊരു വേദന. ഞാൻ അന്നേ പറഞ്ഞില്ല ഇത് പന്നിപ്പനിയാ. അയ്യോ ഇതൊന്നും അല്ല. പിന്നെ ഇത് പിന്നെ ഒരു തരിപ്പ് ഒരു വിറയലും. അതിനാലെയും വിറയ്ക്കുന്നൊന്നുമില്ലല്ലോ. ഇതിന്റെ പേര് പിന്നെ വിറയലിനല്ലടാ. ശരിയാ വിറയ്ക്കുന്നുണ്ട് ചേച്ചി. അയ്യോ, നമുക്ക് വേഗം ആശുപത്രി പോവാം. എന്നാ പെട്ടെന്നാട്ടെ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോവാം. നല്ല ചിക്കൻ ചേച്ചി, ഈ നീളമുള്ള പീസുകൾ. ചുമ്മാ അളിയന് വിറയിൽ വരാൻ കണ്ട സമയം. ഒരു ചിക്കൻ ഒക്കെ നമ്പർ ആയിരുന്നു അല്ലേ? അല്ല അത് ഞാന് ആ വേണ്ട, ഡോക്ടറോട് കള്ളം പറയരുത്. അത് മഹാകള്ളനായ ഡോക്ടറോട്. അല്ല ഒരു പ്രത്യേക സിറ്റുവേഷനിൽ എനിക്ക് നെഞ്ചുവിനെ അഭിനയിക്കേണ്ടി വന്നു. ഞാൻ ചെയ്യുമ്പോൾ തന്നെ അല്ലേ? ഏ? ആ ഭർത്താക്കന്മാരുടെ പ്രശ്നങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാം. അതിരിക്കട്ടെ, ദിവസവും ഭാര്യയെ പേടിക്കാതെ 2 ലാർജ് അടിക്കണമെന്നുണ്ടോ? തുറന്നു പറഞ്ഞോളൂ. ദേ, വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ കുറിച്ച് തരാം. ആഹാരത്തിന് മുമ്പ് 2 ലാർജ്. പിന്നെ നമ്മ മറന്നാലും ഭാര്യ ഓർമ്മിപ്പിച്ചൊഴിച്ചു തരും. എന്റെ ചക്കര ചെയ്യുമ്പോലെ. ചക്കരേ ആ എന്റെ ഭാര്യ കല്യാണം കഴിഞ്ഞ് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ എന്റെ തിരക്കിനിടയിൽ ഭദ്രകാളിന്റെ പേര് ഞാൻ മറന്നുപോയി. നിന്റെ പേരെന്താണെന്ന് ഭാര്യയോട് ചോദിക്കാൻ പറ്റുമോ? പിന്നെ ചക്കരയെ മുത്തേ തേന എന്നെ കുറിച്ച് ഞാൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അവള് ഹാപ്പി, ഞാൻ ഹാപ്പി. ഒരു ഹാപ്പി ഹസ്ബൻഡ് ആകുന്നതിന്റെ പിന്നിൽ ഇതുപോലെ ഒരുപാട് ത്യാഗങ്ങളുണ്ട്. നിങ്ങളുടെ നെഞ്ചുവേദന ഞാൻ ഹാൻഡിൽ ചെയ്യാം. പക്ഷേ ഒരു ബ്രിഡ്ജ് ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. എന്ന് വെച്ചാൽ എനിക്കും ഗുണം വേണം. ഇതൊരു ബിസിനസ് ആണേ. ഇനി ഭാര്യയെ വിളിക്കാം. മാഡം വരൂ. എങ്ങനെയുണ്ട് ഡോക്ടർ? എങ്ങനെയുണ്ട് മുണ്ടേട്ടാ? ഒന്നും സംഭവിക്കില്ല. ഞാൻ കുഞ്ഞേഷിനെ വിളിച്ചോണ്ടാ നിന്നിരുന്നെ. കമോൺ മിസ്റ്റർ കുഞ്ഞുകൃഷ്ണൻ. കുഞ്ഞികൃഷ്ണൻ ദൈവമാ. ഈ അസുഖത്തിന് മരുന്ന് യാത്രയാണ്. യാത്രേ? ജേർണി. വിദേശ യാത്ര പോവാറുണ്ടോ? മറ്റന്നാ ഞങ്ങള് സിംഗപ്പൂര് പോകുന്നുണ്ട്. മോഹൻദേട്ടൻ അവിടെ എഡിറ്റേഴ്സ് മീറ്റ് ഉണ്ട്. സിംഗപ്പൂർ വേണ്ട, സിംഗപ്പൂർ ഡയറക്റ്റ് പ്ലേസ് ആണ്. മലേഷ്യ പോവും. കഴിയും നേരത്തെ തന്നെ പോകൂ. അല്ല ഞങ്ങൾ ഓൾറെഡി സിംഗപ്പൂർക്ക് പോവാൻ വേണ്ടി. പേഷ്യന്റ് വിടരുത്, സംസാരം ഹാർട്ടിനെ ബാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബ്രിഡ്ജ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഞങ്ങൾ ഈ മലേഷ്യക്ക് തന്നെ മുകുന്ദേട്ട സംസാരിക്കണ്ട, ഡോക്ടർ പറയൂ. ഞാൻ പറഞ്ഞത് അനുസരിക്കാമോ? അനുസരിക്കാം. യാത്ര മലേഷ്യക്കാക്കണം. അവിടുത്തെ കാറ്റിന് ഔഷധ ഗുണമുണ്ട്. അവിടുന്ന് സിംഗപ്പൂർക്ക് റോഡ് മാർഗം പോകാമല്ലോ. ഹോട്ടലൊക്കെ വളരെ ചീപ്പാ. അവിടെ ഡോർഷാഡോ ബീച്ച് റിസോർട്ടിൽ തന്നെ താമസിക്കണം. അതെന്തിനാ ഞങ്ങൾ അവിടെ തന്നെ താമസിക്കും? മുകുന്ദേട്ട സംസാരിക്കണ്ട, ഡോക്ടർ പറയൂ. ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെന്ററിയാ. ടാക്സി ഹോട്ടലിൽ നിന്ന് തന്നെ അറേഞ്ച് ചെയ്ത് തരും. അവിടെ 1 മിസ്റ്റർ ധർമ്മപാലനുണ്ട്. ഈ കാർഡ് കാണിച്ചാൽ മതി, ഡിസ്കൗണ്ട് തരും. നാളെ തന്നെ പോയിക്കൊള്ളൂ. ഈ ഹോട്ടലിൽ തന്നെ താമസിച്ചില്ലെങ്കിൽ പിന്നെ ഹാർട്ട് അടിച്ചു പോയെന്ന് പറഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല. അയ്യോ, ഡോക്ടർ പറയുന്നത് പോലെ തന്നെ ചെയ്തോളാം. ഞങ്ങൾ അവിടെ തന്നെ താമസിക്കണം. ബ്രിഡ്ജ്. അപ്പോൾ ഹൃദയരക്ഷയ്ക്ക് മലേഷ്യയുള്ളൂ ഏക വഴി. പെട്ടെന്ന് പറഞ്ഞോളൂ. വിഷ് യു ഹാപ്പി ജേർണി. ഇപ്പൊ എങ്ങനെയുണ്ട് മൂന്തേട്ടാ? എന്ത്? നെഞ്ചുവേദന? ശ്വാസമുണ്ട്. ആശ്വാസം ഉണ്ടെന്ന് പറയായിരുന്നു. പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങിയല്ലോ. പ്രശ്നങ്ങളോ? എന്ത് പ്രശ്നങ്ങൾ? നെഞ്ചുവേദന വന്നുകൊണ്ടാണല്ലോ ഡോക്ടറെ കണ്ടതും ഈ മലേഷ്യ വരാൻ തോന്നിയത്. എങ്ങനെ? ആ കല്യാണത്തിന് പോയിട്ട് സെറീനയുടെ ഭർത്താവിനെ ഒന്ന് കാണാൻ പറ്റില്ല. വളരെ നന്നായി. അതെന്താ? ഈ മലേഷ്യ വന്നിട്ട് ഇങ്ങനെ കൊനസ്റ്റ് ചോദ്യങ്ങൾ ചോദിക്കാതെ നീ ആ പുറമെയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണ്. ശരിയാ, മലേഷ്യയിൽ നല്ലൊരു മുരുകന്റെ അമ്പലം ഉണ്ടെന്ന് എപ്പോഴും പറയും. ആര്? എന്റെ ചെറിയമ്മ. വേണ്ട വേണ്ട.